അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% താരിഫ് ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. രാജ്യമെമ്പാടും കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. ട്രംപ് 4 തവണ വിളിച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ജർമ്മൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഇത്രയും വില കൊടുക്കാതെ ഇന്ത്യ പെരുമാറുന്നത് എന്നാണ് ജർമ്മൻ പ്രസിഡന്റ് പറയുന്നത്. അവർ വലിയ അത്ഭുതത്തോടുകൂടിയും പോസിറ്റീവ് ആസ്പെക്റ്റിലുമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ന് താരിഫ് ഓഗസ്റ്റ് 27 ഇന്ന് താരിഫ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ നിലവിൽ വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്കുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളത് എടുത്ത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ട്രംപിന്റെ താരിഫ് ഫലം കണ്ടിരിക്കുന്നു എന്നാണ്. അതായത് ഇന്ത്യയിലെ പല നഗരങ്ങളിലും തുണി ഉൽപ്പാദനം നിലച്ചു പോയിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. US പ്രസിഡന്റിന്റെ 25% അധിക താരിഫ് ഇന്ന് പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിൽ ചുമത്തിയ മൊത്തം താരിഫ് 50% എത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏതൊരു രാജ്യത്തെയും അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള താരിഫാണ് ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം ടെക്സ്റ്റൈൽ വ്യവസായത്തിലാണ് കാണുന്നത്. രാജ്യത്തെ പല പ്രധാന നഗരങ്ങളിലും ടെക്സ്റ്റൈൽ ഉൽപ്പാദനം നിർത്തിവെച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് തുടക്കത്തിൽ ഇന്ത്യക്ക് 25% തീരുവ ചുമത്തിയിരുന്നു. അതോടൊപ്പം റഷ്യൻ അസംസ്കൃത എണ്ണയ്ക്ക് പിഴയായി 25% അധിക തീരുവയും ഏർപ്പെടുത്തിയിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുമൂലം മൊത്തം താരിഫ് കണക്ക് 50%-ലെത്തി. ഇന്ത്യക്ക് പുറമെ ഇത്രയും വലിയ തീരുവ ചുമത്തിയിരിക്കുന്നത് ബ്രസീലിന് മാത്രമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വില മത്സരം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തിരുപ്പൂർ, നോയിഡ, സൂറത്ത് എന്നിവിടങ്ങളിൽ തുണിത്തര നിർമ്മാതാക്കൾ ഉൽപ്പാദനം നിർത്തിയിരിക്കുകയാണ്. വിയറ്റ്നാം, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ വിലയുള്ള എതിരാളികളെക്കാൾ ഈ പ്രദേശങ്ങൾ പിന്നിലാണ്. ഏറ്റവും വലിയ കയറ്റുമതി വിപണിയിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ 50% താരിഫ് ഗുരുതരമായി ബാധിക്കും. ഇതുമൂലം US-ലേക്ക് പോകുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചൈന, വിയറ്റ്നാം, കംബോഡിയ, ഫലസ്തീൻ, തെക്ക് കിഴക്കൻ, ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾ എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഓർഗനൈസേഷൻ പ്രസിഡന്റ് SC റൽഹാനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെ നമ്മുടെ രാജ്യം എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നുകൂടെ നമുക്ക് നോക്കണം. തുണി നിർമ്മാതാക്കൾ സർക്കാരിൽ നിന്ന് ആശ്വാസത്തിനായി കാത്തിരിക്കുകയാണ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളെ ഞങ്ങൾ സഹായിക്കുമെന്ന് സർക്കാർ വ്യവസായികളുമായി സംസാരിക്കുന്നുണ്ട്. എന്നാൽ സാഹചര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യകത സംബന്ധിച്ച് സാമ്പത്തികമായ സഹായത്തിലൂടെ നയപരമായ തീരുമാനങ്ങളുടെയും ശക്തമായ പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് CITA പ്രസിഡന്റ് രാകേഷ് മെഹ്റ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വ്യാപാരം, നിക്ഷേപം, പ്രധാന ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ, സിവിൽ ആണവ, സഹകരണ ശക്തിപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെയും US-ലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ നിലവിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.